ദിവ്യകാരുണ്യത്തിൻ്റെ തണലിൽ ചേക്കേറുന്ന ജീവിതങ്ങളെ ഇതാ ദൈവപുത്രൻ പുതിയ ആകാശങ്ങളിലൂടെ നയിക്കുന്നു. അവിടുത്തെ കുരിശിൻ്റെ മഹത്വം പ്രഘോഷിക്കുവാൻ ഈ അഭിഷിക്തരെ ഒരുക്കുന്നു. ദിവ്യകാരുണ്യം എന്ന സ്വർഗീയ രഹസ്യത്തെ പ്രഘോഷിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവം അഭിഷേകം ചെയ്ത ഒരു അഭിഷിക്തനോടൊപ്പമാണ് നാം ജോഷുവ എന്ന ഈ പ്രോഗ്രാമിൽ ഒത്തുചേരുന്നത്. ഇത് അനേകരിലേക്ക് പരിശുദ്ധ കുർബാനയുടെ മഹത്വം പ്രഘോഷിക്കുന്ന ആലുവ മംഗലപ്പുഴ സെമിനാരിയിലെ ഫാദർ സിബി പുളിക്കൽ. കൂദാശകളിൽ നിന്ന് മനുഷ്യകുലത്തെ അകറ്റുവാൻ ദുഷ്ടൻ തന്ത്രങ്ങൾ മെനയുന്ന ഈ കാലഘട്ടത്തിൽ തിരുസഭയുടെ സൗന്ദര്യമായ പരിശുദ്ധ കുർബാനയെ പ്രഘോഷിക്കുവാൻ മുന്നിട്ടിറങ്ങുന്ന വൈദികൻ. യുഗാന്ത്യത്തോളം മനുഷ്യകുലത്തിനോടൊപ്പം വസിക്കാൻ അപ്പമായി മാറുന്ന ദൈവം. ഈ സ്വർഗീയ സന്ദേശം ലോകത്തോട് വിളിച്ചു പറഞ്ഞ് അനേകരെ ദിവ്യകാരുണ്യ തണലിലേക്ക് ചേർക്കുവാൻ ഈ വൈദികൻ യാത്രയാകുന്നു. CBH ഷാലോം TV-യുടെ ജോഷോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക്സ്. ആലുവ മംഗലപ്പുഴ സെമിനാരിയിലെ പ്രൊഫസർ കൂടിയായ അച്ഛൻ താമരശ്ശേരി രൂപതാംഗമാണ്. അച്ഛൻ്റെ വീട്ടുപേര് പുളിക്കൽ, ഫാദർ സിബി പുളിക്കൽ. അച്ഛൻ ഇത്രയും കാര്യം ഒരുപക്ഷെ ഒത്തിരി ആളുകൾക്ക് അറിയാം. ഫാദർ സിബി പുളിക്കൽ അച്ഛൻ എവിടത്തുകാരനാണ്, അച്ഛൻ്റെ ഇടവക ഏതാണ്, അച്ഛൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്, അങ്ങനത്തെ വിശേഷങ്ങളൊന്ന് പറഞ്ഞ് തുടങ്ങിയാലോ? തീർച്ചയായും. ഞാൻ താമരശ്ശേരി രൂപതയിലെ പശുക്കടവ് ഇടവക അംഗമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുളിക്കൽ എന്നാണ് വീട്ടുപേര്. എൻ്റെ വീട്ടിൽ എൻ്റെ ചാച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, ഞങ്ങൾ 6 മക്കൾ. വളരെ സന്തോഷകരമായ കാര്യം, എൻ്റെ അനുജനും അച്ഛനാണ്. താമരശ്ശേരി രൂപതയിലെ പുതുപ്പാടി ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഒപ്പം തന്നെ വചന പ്രഘോഷണ രംഗത്ത് സജീവമാണ്. കോഴിക്കോട് ഗെത്സമൻ ധ്യാന കേന്ദ്രത്തിലും കുളത്തുവയൽ ധ്യാന കേന്ദ്രത്തിലും മറ്റ് ഇടവക ധ്യാനങ്ങൾക്കുമൊക്കെ പോയി വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരവും അഭിമാനകരവുമായ കാര്യങ്ങളാണ്. അച്ഛാ, അപ്പോൾ നിങ്ങൾ 6 മക്കളാണ്. അതിൽ 2 പേര് വൈദികരാണ്. അതേ ഒരേ രൂപതയിൽ തന്നെ വൈദികരാണ്. അതെ. ബാക്കി 2 സഹോദരന്മാരും 2 സഹോദരിമാരും വിവാഹ ജീവിതത്തിൽ ആയിരിക്കുന്നു. അതെ. അച്ഛാ, തീർച്ചയായിട്ടും ഒരു വൈദികൻ എന്ന നിലയിലേക്കുള്ള അച്ഛൻ്റെ വഴിയെക്കുറിച്ച് അച്ഛന് പറയാനുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അച്ഛൻ, എനിക്കറിയാൻ വളരെ കൗതുകമുള്ളൊരു കാര്യം, അച്ഛൻ കുഞ്ഞുനാൾ മുതലേ ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരാളായിരുന്നു. അതേ എങ്ങനെയായിരുന്നു അച്ഛൻ്റെ കുട്ടിക്കാലം, ചില ഓർമ്മകൾ, പിന്നെ എങ്ങനെയാണ് അച്ഛൻ ഈ ഒരു വൈദിക വിളി, ദൈവവിളി എങ്ങനെ തിരിച്ചറിഞ്ഞു? അത്തരം ഓർമ്മകൾ ഒന്ന് പറയാമോ അച്ഛാ? എനിക്ക് വളരെ അനുഗ്രഹപ്രദമായ ഒരു കുട്ടിക്കാലമാണ് എനിക്കുണ്ടായിരുന്നത്. ദൈവത്തിൻ്റെ വലിയ സംരക്ഷണവും വലിയ പദ്ധതിയുമൊക്കെ ഞാൻ ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ മാമോദീസ പേര് കുര്യൻ എന്നാണ്. സിബി കുര്യൻ പുളിക്കൽ എന്നാണ് എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പേര്. CBH എന്ന് ഷോർട്ടായിട്ട് എല്ലാവരും വിളിക്കുന്നത് സിബി കുര്യൻ പുളിക്കൽ എന്ന്. കുര്യൻ എന്ന വാക്കിനർത്ഥം ബിലോങ്ങിങ് ടു ഗോഡ്, ദൈവത്തിൻ്റെ സ്വന്തം എന്നാണ്. ഇന്ന് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പം കുട്ടിക്കാലം മുതൽ ഈ ദൈവം തൻ്റെ സ്വന്തമായിട്ട് എന്നെ കൊണ്ടു നടന്ന അനുഭവങ്ങൾ ഒത്തിരി എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാം ദൈവം എനിക്കായിട്ട് ക്രമീകരിച്ചതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് ഞാൻ ഒരിക്കൽ പുഴയിൽ വീണ് പോയപ്പം ഞാൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനം അന്നു മുതൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. വളരെ സന്തോഷകരമായ ഒരു കുട്ടിക്കാലം. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ പള്ളിയുമായിട്ട്, വൈദികരുമായിട്ട്, സന്യസ്തരുമായിട്ട് വളരെ അടുത്ത് ബന്ധം പുലർത്തി വന്ന ഒരു കുടുംബമാണ്. ചെറുപ്പം മുതൽ ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ പള്ളിയിൽ കൈക്കാരനായി അച്ഛന്മാരെ സഹായിക്കുന്ന ഒരു അപ്പച്ചനെയാണ് എനിക്കറിയാവുന്നത്. എപ്പോഴും പള്ളിയിലെ അച്ഛന്മാരുടെ കൂടെ തന്നെ സഹായിച്ചു കൊണ്ടിരുന്ന 2-3 അച്ഛന്മാരുടെ കൂടെ അപ്പച്ചന് ആരോഗ്യമുണ്ടായിരുന്ന കാലഘട്ടത്തിലെല്ലാം സ്ഥിരമായിട്ട് കൈക്കാരനായി സഹായിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. താമരശ്ശേരി അച്ഛൻ മരിച്ചുപോയി. അച്ഛനെ ഒത്തിരിയേറെ എൻ്റെ അപ്പച്ചൻ സഹായിക്കുന്നതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പള്ളിയുമായിട്ട്, അച്ഛന്മാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിതമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ കുട്ടിക്കാലത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ദൈവവിളി അത് ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം വേറൊരു ബന്ധങ്ങൾ ഞങ്ങൾക്ക് അധികം ഇല്ല. ഏറ്റവും നല്ല കൂട്ടുകാർ അച്ഛന്മാരായിരുന്നു.
പള്ളിക്കൂടം വിട്ട് കഴിഞ്ഞാൽ താമരശ്ശേരി അച്ഛൻ്റെ അടുത്ത് പോയി ഇംഗ്ലീഷ് അച്ഛൻ പറഞ്ഞു തന്ന് അതിനുശേഷം വീട്ടിലേക്ക് എന്നെ പറഞ്ഞയച്ച് അങ്ങനെ ഒരു നല്ല ബന്ധം. അതുകൊണ്ട് എനിക്ക് കുട്ടിക്കാലത്തൊരു പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിതം, പള്ളിയിൽ പോകാൻ ഇഷ്ടമായിരുന്നു. ഞാൻ കൃത്യം സ്ഥിരം നിൽക്കുന്ന ഒരു സ്ഥലം പള്ളിയിലുണ്ടായിരുന്നു. ഏറ്റവും മുന്നിൽ കുർബാനയ്ക്ക് കൂടാൻ വളരെ ഇഷ്ടമായിരുന്നു. ചെറുപ്പം ആദ്യ കുർബാന സ്വീകരിച്ചത് മുതൽ ഞാൻ കുർബാനയ്ക്ക് കൂടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പള്ളിയുമായിട്ട് നല്ലൊരു ബന്ധം അച്ഛന്മാരുമായിട്ട് ഉണ്ടായിരുന്നു. സ്കൂൾ ജീവിതം പറയുകയാണെങ്കിൽ അധ്യാപകർ വളരെ സ്നേഹത്തോടുകൂടെ എന്നെ നോക്കിയിട്ടുണ്ട്. ഇന്നും എനിക്ക് വളരെ സ്നേഹമാണ്. എവിടെ അച്ഛൻ പഠിച്ചത്? പശുക്കടവ് LP സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ മരുതോങ്കര സെൻറ്റ് മേരീസ് UP ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരും ഇന്നും വളരെ സ്നേഹത്തോടെ, എനിക്കും അവരെ ഇഷ്ടമാണ്, അവർക്ക് എന്നെ ഇഷ്ടമായിരുന്നു. ചില അച്ഛന്മാരിലൊക്കെ ചോദിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഒന്നുമില്ല അമ്മ അല്ലെങ്കിൽ അപ്പൻ, അങ്ങനെ ഒരു അല്ലെങ്കിൽ ചില അച്ഛന്മാർ, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലവരെ റിലേറ്റീവ്സ് പോലും ആവാം, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ്, അല്ലെങ്കിൽ വല്യപ്പനോ വല്യമ്മച്ചിയോ ഒക്കെ ആയിരിക്കാം. ഒരാളെ ആരായിരിക്കും ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ വിശ്വാസ ജീവിതത്തെ, അതിലുപരി ഈ ഒരു ദൈവവിളിയിലേക്കുള്ള വഴിയിൽ ഏറ്റവും കൂടുതൽ അച്ഛനെ സ്വാധീനിച്ചത് ആരായിരിക്കും അച്ഛൻ? എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു വ്യക്തി എന്നതിനേക്കാൾ ഉപരി ഞങ്ങളുടെ ഒരു കുടുംബമാണ് സഹായിച്ചത്. കാരണം ചെറുപ്പം മുതൽ അയൽപക്കത്തൊക്കെ പറയുമായിരുന്നു, 6 കുരിശുമണി അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊരു നിയമം ഉണ്ടായിരുന്നു, കുട്ടികളെല്ലാം ഇരുന്ന് കുരിശു വരച്ചതിന് ശേഷം പാട്ട് പാടണം. അത് ഭക്തിഗാനങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കും. ആ ഒരു കുടുംബം, ഒരു പ്രാർത്ഥനയുടെ പശ്ചാത്തലമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കുടുംബമാണ് ഞങ്ങളെ ഇത്രയേറെ ഒരു ദൈവവിളിയിലേക്ക്, അല്ലെങ്കിൽ ഇന്നുമുള്ള ആത്മീയത എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്ന് കിട്ടിയ ആത്മീയതയാണ്. അത് കളയാതെ നോക്കാൻ ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. ആ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ലാതിരിക്കാൻ. കാരണം ആത്മീയത എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ടതാണ്, അല്ലാതെ നിത്യമായിട്ട് നിലനിൽക്കുന്നതല്ല. അല്ലെങ്കിൽ അത് എപ്പോഴും ഏത് നല്ല കുടുംബത്തിൽ വന്ന കുട്ടിയാണെങ്കിലും ചിലപ്പം വഴിമാറിപ്പോകാം. അത് നിലനിർത്താനുള്ള ഉത്തരവാദിത്വം ഓരോ വ്യക്തിക്കുമുണ്ട്. അതുകൊണ്ട് എൻ്റെ കുടുംബം ആകെ എടുത്താൽ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മാതാപിതാക്കൾ ചെറുപ്പ കാലഘട്ടത്തിൽ എന്നെ ഒത്തിരിയേറെ എൻ്റെ ദൈവവിളിക്ക് പ്രചോദനമായിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. വളരെ പ്രത്യേകമായിട്ട് അന്ന് അവിടെ ശുശ്രൂഷ ചെയ്ത അച്ഛന്മാർ, വികാരിയച്ഛന്മാർ, അവരുടെ നല്ല മാതൃകകൾ, നല്ല ജീവിതം, അതിനേക്കാൾ ഉപരി അവർ നമ്മളോട് എടുത്തൊരു സമീപനം, നമ്മളെ കാണാൻ ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം സന്ദർശനം അവർ വരുമായിരുന്നു, കാണുമായിരുന്നു. കാരണം എന്തെങ്കിലും കാര്യത്തിന് അപ്പച്ചനോട് സഹായം ചോദിക്കാൻ, കാരണം ഇതെന്താ ഫോൺ സൗകര്യമൊന്നുമില്ല, അപ്പം വന്ന് ചോദിക്കണം, അതേ കാര്യമുള്ളൂ. അങ്ങനെ ഒത്തിരി ഒരു നല്ല കുടുംബവും നല്ല ഇടവകയും ഒക്കെ എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഇത് എല്ലാ കുടുംബങ്ങൾക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. കാരണം ഇന്ന് കുടുംബങ്ങൾ ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് സഭയിലെ ദൈവവിളിയും ഉണ്ടാകാനും ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബങ്ങളിലെ പരിശീലനം തന്നെയാണ് എന്ന അച്ഛൻ്റെ വാക്കുകൾ ഒന്നുകൂടെ പറയുക. അച്ഛാ, തീർച്ചയായിട്ടും ആ ഒരു വൈദിക പരിശീലന കാലഘട്ടം, വൈദികനാവുന്നതിന് മുമ്പുള്ളൊരു പരിശീലന കാലഘട്ടം, അതത്ര എളുപ്പമല്ല. കാരണം അച്ഛൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഇതിന് പോയത്. ഒരു 10-12 വർഷത്തെ, അല്ലേ, ഒരു 12 വർഷത്തെങ്കിലും പരിശീലനം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഈ വൈദിക പരിശീലന കാലഘട്ടത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെ ചില ഓർമ്മകളും എങ്ങനെ അച്ഛൻ്റെ ജീവിതം രൂപപ്പെടുത്തിയെന്നൊന്ന് പറയാമോ അച്ഛൻ? വൈദിക പരിശീലന കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ ഒരു വൈദികൻ്റെ രൂപീകരണത്തിൽ പിന്നീടുള്ള, കുടുംബം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്വാധീനം ചെലുത്തുന്നത് പരിശീലന കാലഘട്ടമാണ്. ഞാൻ പശുക്കടവ് എന്ന് പറയുന്ന ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു കുട്ടിയാണ്. ഇന്നത്തെ കുട്ടികൾക്കുള്ളതുപോലെയുള്ള സാഹചര്യങ്ങളോ കഴിവുകൾ വളർത്താനുള്ളതോ ഒന്നും നമ്മുടെ സ്കൂളുകളിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് കുട്ടികൾക്ക് എത്രയോ അവസരങ്ങളാണ്. ഇതെല്ലാം വളർത്തിക്കൊണ്ട് വരുന്നത് സെമിനാരി കാലഘട്ടത്തിലാണ്. ഞാൻ 1986 മൈനർ സെമിനാരിയിൽ ചേരുന്നത്. അഭിമന്യ വലിയമറ്റം പിതാവ് അന്ന് തലശ്ശേരി അതിരൂപതയിലെ മൈനർ സെമിനാരിയുടെ റെക്ടറായിരുന്നു. അപ്പോൾ അന്നേരമാണ് ഞാൻ അഡ്മിഷനായിട്ട് അവിടെ ചെല്ലുന്നത്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ വളരെ ചെറുതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഷം കൂടെ കഴിഞ്ഞു പോരെ എന്ന് വരെ ചോദിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ വേറൊരു സെമിനാരിയുടെ അഡ്രസ്സ് തന്നേരെ, ഞാൻ അങ്ങോട്ട് പൊക്കോളാം. അപ്പോഴേ തന്നെ വേറൊരിടത്തും പോകണ്ട, നിന്നെ ഇവിടെ തന്നെ വേണമെന്നും പറഞ്ഞ് വള്ളപ്പള്ളി പിതാവ് എന്നെ എടുക്കുകയാണ് ചെയ്തത്. പിന്നീട് ഞാൻ സെമിനാരിയിൽ ചേരാനായിട്ട് ജൂൺ മാസം 21-ാം തീയതി 1986 വരുമ്പോൾ കരുനാട്ടച്ചൻ, ഇപ്പോൾ തലശ്ശേരി അതിരൂപതയിൽ പഴയ വികാരി ജനറാളച്ചൻ, ചെമ്പേരി ഇടവകയിലെ ഇപ്പോഴത്തെ വികാരിച്ചനാണ്. അച്ഛനാണ് ഞങ്ങളെ സ്വീകരിച്ചത്. വലിയമറ്റം പിതാവ് അന്ന് റെക്ടർ സ്ഥാനം മാറിപ്പോയി, ഞങ്ങളെ സ്വീകരിച്ചത് അച്ഛനാണ്. പിന്നീട് ഈ 3 വർഷക്കാലം പിന്നെ താമരശ്ശേരി രൂപത തിരിഞ്ഞു. ഞങ്ങളോട് അവിടെ തന്നെ തുടർന്ന് പഠിക്കാനായിട്ട് അഭിമന്യ മങ്കൊഴിക്കരി പിതാവ് പറഞ്ഞു. അതുകൊണ്ട് തലശ്ശേരിയിലെ അവസാനത്തെ ബാച്ചിൽ പെട്ടതാണ്, താമരശ്ശേരി മൈനർ സെമിനാരി ബാച്ചിൽ പെട്ടതാണ് ഞാൻ. പിന്നീട് ഈ 3 വർഷക്കാലത്തെ പരിശീലനം വളരെ എന്നെ സഹായിച്ചിട്ടുണ്ട്. പ്രസംഗിക്കാൻ, പാട്ട് പാടാൻ, പ്രാർത്ഥിക്കാൻ എല്ലാം പഠിച്ചത് ഈ മൈനർ സെമിനാരിയിൽ നിന്നാണ്. മൈനർ സെമിനാരിയുടെ ഫോർമേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്.
സ്കൂളിലെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളിൽ അന്നുണ്ടായിരുന്നു. അപ്പം അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും പഠിക്കാനും വളരാനും ഒക്കെ സഹായകമായത് തലശ്ശേരി മൈനർ സെമിനാരിയാണ്. അതിനുശേഷം ഞാൻ ആലുവ മംഗലപ്പുഴ സെമിനാരിയിലേക്ക് വരുന്നത്. അന്ന് കാർമൽഗിരി മംഗൽപ്പുഴ 2 സെമിനാരികളാണ്. ഫിലോസഫി കാർമൽഗിരിയിൽ വന്നു. ഈ പരിശീലന കാലഘട്ടത്തിലൊക്കെ എനിക്ക് ദൈവാനുഗ്രഹം വളരെയേറെ ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ അധ്യാപകർ. അപ്പോൾ ഈ സെമിനാരിയിൽ ഒത്തിരിയേറെ കാര്യങ്ങളിൽ നമുക്ക് വളരാനായിട്ട് പറ്റും. ഇന്ന് ഞാൻ സെമിനാരിയിൽ പഠിപ്പിക്കുമ്പോൾ പിള്ളേരോട് പറയാറുണ്ട്, സെമിനാരിയിൽ നിർബന്ധമില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് സ്വയം വളരാനായിട്ട്. ഒത്തിരിയേറെ വോളണ്ടിയറി ഗ്രൂപ്പ്സ് ഉണ്ട്. ഉദാഹരണത്തിന് പഠിക്കുക പ്രാർത്ഥിക്കുക എന്നുള്ള സെമിനാരി ടൈം ടേബിളിന് അപ്പുറത്ത് സ്വന്തം ഇനീഷ്യേറ്റീവിൽ കുട്ടികൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം സെമിനാരി കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസ്, സെമിനാരിയുടെ പുറത്ത് പോയി പാവങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ, ജയിൽ മിനിസ്ട്രി, അതിൽ പോകാനായിട്ട്, അതിനൊക്കെ ഒത്തിരി ത്യാഗമാണ്. അതൊന്നും നിർബന്ധമുള്ള കാര്യങ്ങളല്ല. ക്രിസ്റ്റീനിൽ പ്രവർത്തിക്കാൻ കുട്ടികൾക്കുള്ള ധ്യാന കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ ഗ്രൂപ്പുകളിലും ഞാൻ അംഗമായിരുന്നു. അതിനൊത്തിരി ത്യാഗം ആവശ്യമുണ്ട്. കാരണം ഇവിടുത്തെ പഠനത്തിന് ശേഷം നമ്മൾ സമയം കണ്ടെത്തണം, അതിനുള്ള ത്യാഗപൂർണമായ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ പോകണം. പക്ഷേ ഓരോ കുട്ടിക്കും അത് സ്വാതന്ത്ര്യമുണ്ട്, അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനത്തെ വോളണ്ടറി ഗ്രൂപ്പുകളിലെല്ലാം പോയി അംഗമായിരുന്നു. അതെല്ലാം ഒത്തിരിയേറെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ജയിൽ മിനിസ്ട്രിക്ക് പോയത്. അപ്പം മനുഷ്യരുടെ വേദനയും സങ്കടവും ദുഃഖവും ഒക്കെ അറിയാൻ, തടവുകാരുടെ വേദന അറിയാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒക്കെ ഒത്തിരി പ്രചോദനം കിട്ടിയിട്ടുണ്ട്. അപ്പം ദിവസങ്ങളോളം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ജയിൽ മിനിസ്ട്രിക്ക് പോകുന്നത്. അതിന് സെമിനാരിയുടെ ഒരു നിർബന്ധവുമില്ല. അവധിക്കാലത്ത് ഇഷ്ടമുള്ളെങ്കിൽ പോയാൽ മതി. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ പോകാതെ, അവധിക്ക് നമ്മുടെ സ്വന്തമായ കാര്യങ്ങൾക്ക് പോകാതെ ഇങ്ങനത്തെ മിനിസ്ട്രികൾക്ക് പോകുമായിരുന്നു. അതെൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ തുടർന്ന് ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രാർത്ഥനാ ജീവിതത്തിൽ വളരാനായിട്ട് പ്രഘോഷണ രംഗത്തുള്ള വലിയ ഒത്തിരിയേറെ അനുഭവങ്ങൾ കിട്ടാൻ സഹായിച്ചിട്ടുണ്ട് എന്നെ അത്. അച്ഛാ, വളരെ ഒരുക്കത്തോടെ അച്ഛൻ ഒരു പൗരോഹിത്യ സ്വീകരണത്തിന് നീണ്ട ഒരുക്കം, അതിനേക്കാളുപരി വീട്ടുകാരുടെ ഏറെ പ്രാർത്ഥന, പ്രതീക്ഷ, അറിയാവുന്നവരുടെ എല്ലാം പ്രതീക്ഷ, സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ കൈമുത്താൻ കാത്തു നിൽക്കുന്ന ആളുകൾ, ഈ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ ഓർഡിനേഷൻ്റെ തലേ ദിവസത്തെ അച്ഛൻ്റെ മനസ്സിലെ ചിന്തയും, അല്ലെങ്കിൽ ആ ഒരു ദിവസങ്ങളിൽ, തലേദിവസം തന്നെയാവണമെന്നില്ല, പക്ഷേ എങ്കിലും സ്പെസിഫിക്കലി ഓൺ ദ പ്രീവിയസ് നൈറ്റ്, അല്ലെ, ആ ഒരു തലേ ദിവസം ആ അച്ഛൻ്റെ മനസ്സിലെ ഒരു ചിന്തയും വിചാരവും ദൈവത്തിൻ്റെ മുമ്പിൽ അച്ഛൻ്റെ ഒരു മനോഭാവമൊക്കെ എന്തായിരുന്നു അന്നേരം? അപ്പോൾ വളരെ പ്രത്യേകമായ ഒരു അനുഭവമായിരുന്നത്. അത് പറയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഇടവകയെക്കുറിച്ച് ഒരു കാര്യം അറിഞ്ഞാൽ എൻ്റെ പൗരോഹിത്യത്തിന് ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചു എന്ന് മനസ്സിലാവുള്ളൂ. എൻ്റെ ഇടവകയിലെ ആദ്യത്തെ അച്ഛനാണ് ഞാൻ. എല്ലാവരും ഒരുമിച്ച് അച്ഛനോട് കൈയടി തരുന്ന സമയമാണ് തീർച്ചയായിട്ടും ആദ്യത്തെ അച്ഛൻ. അതുകൊണ്ട് തന്നെ ഞാൻ സെമിനാരിയിൽ പോയപ്പം മുതൽ ഈ കാണുന്ന അമ്മച്ചിമാരെല്ലാം എന്നോട് അച്ഛനാകണമെന്ന് വളരെ പ്രോത്സാഹനവും പ്രാർത്ഥനയുമാണ്. അപ്പം ഞാൻ അവധിക്ക് വരുന്നത് കാത്തിരിക്കുന്ന അമ്മച്ചിമാർ ആ ഇടവകയിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലെ സ്വന്തം അമ്മയെ പോലെ തന്നെ എൻ്റെ വരവ് കാത്തിരിക്കുന്ന, എൻ്റെ അവധിക്കാലമാകാൻ കാത്തിരിക്കുന്ന ഒരു ഇടവക ജനം. ഞാൻ എത്രമാത്രമായി ഇടവകയെ സ്നേഹിച്ചിരുന്നു എന്ന് അവരോട് ചോദിച്ചാൽ അറിയാം. കാരണം ഞാനെപ്പോഴും അവരെ മറന്നിട്ട് ഒരിക്കൽ പോലും ഞാൻ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ അവരെ മറന്നിട്ടില്ല. കാരണം ഒരു പരിധി വരെ എൻ്റെ സെമിനാരിയിൽ ചേർന്നതിന് ശേഷം എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രയർ സപ്പോർട്ട് എൻ്റെ ഇടവക ജനമായിരുന്നു. കാരണം ഒരു അച്ഛനായി കാണണമെന്നുള്ള വലിയ ആഗ്രഹം അവർക്ക്, ഒരു കുട്ടിയെങ്കിലും. അതിനു മുമ്പ് ഒത്തിരി പേര് പോയിട്ടുണ്ട്, പക്ഷേ എല്ലാവരും തിരിച്ചു പോന്നു. അതുകൊണ്ട് തന്നെ ഈ ഇടവകയുടെ പ്രാർത്ഥന വളരെ വലിയൊരു ശക്തിയായിരുന്നു. എൻ്റെ ഓർഡിനേഷൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ഇടവക ജനമാണ് ഒരുമിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിയത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, മുസ്ലിം ആയിരുന്ന ഒരു അലിയാർ മാഷാണ് എൻ്റെ ഇടവകയിലെ എൻ്റെ പട്ടത്തിൻ്റെ പന്തലിടിയിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം വഹിക്കാനായിട്ട് വന്നു നിന്ന് ചെയ്തത്. ഒരു മുസ്ലിം, ആ സ്കൂളിലെ അധ്യാപകൻ, എന്നെ പഠിപ്പിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഒരു ഇടവകയുടെ വലിയ ഒരു ആഗ്രഹമായിരുന്നു. ഒരു ഇടവക മാത്രമല്ല, ഒരു ഇടവകയുടെ ആ ഒരു പ്രദേശം, ദേശത്തിൻ്റെ മുഴുവൻ ഒരു വലിയൊരു പ്രതീക്ഷയായിരുന്നു. അതുകൊണ്ട് തന്നെ തലേദിവസം എന്നല്ല, ഈ സെമിനാരിയിൽ കയറി ഒടുപ്പിട്ടത് മുതൽ എന്നെ ഒരു അച്ഛനായിട്ടാണ് ഇടവക ജനം കണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ അവധിക്ക് ചെല്ലുമ്പോൾ വീടുകൾ സന്ദർശിക്കുമായിരുന്നു. എൻ്റെ ഇടവകയിലെ രോഗികളെ കാണുമായിരുന്നു. ഒരു വികാരിച്ചൻ ചെല്ലുന്ന അത്രയും സ്നേഹത്തോടുകൂടെ താല്പര്യത്തോടുകൂടെ അവരെന്നെ കാത്തിരിക്കുന്നത് എനിക്ക് വലിയ പ്രചോദനമായിരുന്നു. ഒരു പക്ഷേ ദൈവം എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ ആ ഇടവക, ഒരു ഇടവകയിലെ ആദ്യത്തെ അച്ഛനാകുക എന്നുള്ളത്. അതിനുശേഷമുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പിന്നീട് ഒത്തിരി അച്ഛന്മാരെ ഇടവകയിൽ നിന്നുണ്ടായി, ഒത്തിരി സിസ്റ്റേഴ്സായ ഇടവകയിൽ നിന്നുണ്ടായി. അപ്പോൾ ഒരാളായി കാണുമ്പോൾ ഒത്തിരി ദൈവവിളികൾ വീണ്ടും
ആ ഇടവകയിൽ നിന്ന്. പിന്നീട് എല്ലാ വർഷവും തന്നെ ആ ഇടവകയിൽ നിന്ന് പൗരോഹിത്യ സ്വീകരണങ്ങളുണ്ടായി. എൻ്റെ അനുജനും ഞാൻ വിചാരിക്കുന്നു ആ ലൈനിൽ വന്നതാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അനിയനിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അനിയനോട് ചോദിച്ചാൽ പറയുമായിരിക്കും എൻ്റെ ചേട്ടനാണ് എൻ്റെ പ്രചോദനം എന്ന് പറയാൻ എല്ലാ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും വീട്ടിൽ വന്ന് കാണുന്ന ഒരു അനുഭവമുണ്ടല്ലോ. അതെ, ആ ഒരു പ്രദേശത്ത് അനേകം ദൈവവിളികൾക്ക് പ്രചോദനമാകാൻ അച്ഛന് കഴിഞ്ഞു. തീർച്ചയായും. അച്ഛാ, മറ്റൊരു കാര്യം, വൈദികനായിട്ട് ഇപ്പോൾ എത്ര വർഷമായി അച്ഛൻ? വൈദികനായിട്ട് 20 വർഷമായി. 20 വർഷമായി. 20 വർഷത്തെ ഈ വൈദിക ജീവിതത്തിൽ നിന്ന് ഒരു ചെറിയ ചോദ്യം, പക്ഷെ വലിയ ചോദ്യമാണ്. അച്ഛനൊരു വൈദികൻ എന്ന നിലയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമുണ്ട്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പരിശുദ്ധ കുർബാന അർപ്പിക്കലാണ്. അതാണ് എൻ്റെ ജീവിതത്തിൽ ഒരു പൗരോഹിത്യത്തിൽ ഒരു അച്ഛന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം വേറെ ആർക്കും കിട്ടുകയില്ലാത്തത്. വലിയൊരു അനുഗ്രഹം. ഞങ്ങൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാം, സ്വീകരിക്കാം. ബലിയർപ്പണത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നുണ്ടെങ്കിലും ഒരു മുഖ്യ കാർമ്മികൻ എന്ന് പറയുന്നത് ഇത് ബലിയർപ്പണത്തിൻ്റെ നേതൃത്വം വൈദികൻ തന്നെയാണ്, ഒരു സംശയമില്ല അച്ഛൻ. ഇനി ഞാൻ തീർച്ചയായിട്ടും ഇതിലേക്ക് കൂടുതൽ വരാം. തിരിച്ചൊരു ചോദ്യം, ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്തായി വൈദിക ജീവിതത്തിൽ? വൈദിക ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാനത് പറയാൻ കാരണം, ഏത് പ്രതിസന്ധികളില്ല എന്നല്ല, ഏത് പ്രതിസന്ധികളിലും ഈ ദൈവത്തിൻ്റെ വലിയ പരിപാലന എനിക്ക് അനുഭവിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. വളരെ വേദനിക്കുന്ന, വിഷമിക്കുന്ന രംഗങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഒരു ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരിക്കുമ്പം ഒരാശ്വസിപ്പിക്കുന്ന ദൈവത്തെ കാണാനായിട്ട് അറിയാൻ എനിക്ക് പറയാനുള്ളതും, ഞാൻ ക്ലാസ്സിൽ കുട്ടികളോട് പറയാറുള്ളതും, എൻ്റെ പ്രസംഗങ്ങളിലും ധ്യാനങ്ങളിലും ഒക്കെ പറയാറുള്ളത് ഈ ദൈവത്തെ അനുഭവിക്കണം എന്നുള്ളതാണ്. അച്ഛാ, എനിക്ക് 2-3 വാക്കുകളെ പിക്ക് ചെയ്യണം. ദൈവത്തെ അനുഭവിക്കണം, അതിലേക്ക് ഞാൻ തിരിച്ചു വരാം. പക്ഷെ അതിന് മുമ്പ് അച്ഛൻ ആദ്യം മുതൽ അച്ഛൻ്റെ ഷെയറിങ് തുടങ്ങിയപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു വാക്ക് ദൈവ പരിപാലനയാണ്. ഇപ്പോഴും ഞാൻ അച്ഛനോട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നും ബുദ്ധിമുട്ടില്ല, കാരണം ദൈവത്തിൻ്റെ പരിപാലനം എൻ്റെ കൂടെയുണ്ട്. ഈ ഒരു ദൈവാശ്രയത്വത്തിൻ്റെ എനിക്ക് ഉറപ്പ് അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് അച്ഛൻ അതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട്, കുറച്ചുകൂടെ കടത്തി പറഞ്ഞാൽ അന്ധമായ ഒരു ദൈവാശ്രയത്വം ഉള്ളത് കൊണ്ടാണ് അച്ഛൻ ഇന്നും ഈ ഒരു തീഷ്ണതയിൽ സംസാരിക്കാൻ പോലും പറ്റണത്. തീർച്ചയായിട്ടും. പക്ഷെ അച്ഛൻ ഒരു സ്പെസിഫിക് ഇൻസിഡൻറ്റ്, ഈ ഒരു ദൈവാശ്രയത്വത്തിൽ അച്ഛൻ ദൈവത്തെ മുഖാമുഖം കണ്ട, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഇറങ്ങി വരവ് കണ്ട, ഇടപെടൽ കണ്ട ഒരു ഇൻസിഡൻറ്റ് പറയാമോ ഈ ദൈവാശ്രയത്വത്തിൻ്റെ വഴികളിൽ? തീർച്ചയായിട്ടും. ദൈവാനുഭവത്തിൻ്റെ ഒത്തിരി നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പൗരോഹിത്യം സ്വീകരിച്ച് 1 വർഷം ഞാൻ കൊച്ചച്ഛനായിട്ട് ജോലി ചെയ്തു ആനിക്കാമ്പോയിൽ എന്ന് പറയുന്ന ഇടവകയിൽ. അതിനുശേഷം ഞാൻ പഠിക്കാനായിട്ട് പോയി. വേറെ 2 ഇടവകയിൽ കുറച്ച് 3 മാസമൊക്കെ ഞാൻ പോകുന്നതിന് മുമ്പ് ഇടുന്നതേ ഉള്ളൂ. ഞാൻ പഠിക്കാൻ പോയി റോമിൽ ചെന്ന് എൻ്റെ ഉപരിപഠനത്തിന് പോയ ആ കാലഘട്ടത്തിൽ എനിക്ക് വളരെ ശക്തമായിട്ട് ദൈവത്തിൻ്റെ പരിപാലനം ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു സംഭവമാണ്. ഒരുപക്ഷെ ഞാൻ ഓർക്കുന്നു, എൻ്റെ തീഷ്ണതയും അല്ലെങ്കിൽ എൻ്റെ കുർബാനയോടുള്ള ഭക്തിയും ഒക്കെ ഒത്തിരിയേറെ വർദ്ധിക്കാൻ കാരണമായത് ഈ ഒരു സംഭവമാണ്. ഞാൻ റോമിൽ 5 വർഷക്കാലം 1997 മുതൽ 2002 വരെ റോമിൽ ഞാൻ പഠിച്ചു. ഏത് യൂണിവേഴ്സിറ്റിയിൽ? ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ, വളരെ പ്രസിദ്ധമായ റോമിലെ യൂണിവേഴ്സിറ്റിയാണ്. എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്ന് തന്നെ. പലപ്പോഴും സെമിനാരി കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ള, വലിയ പ്രമുഖർ പഠിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുള്ള, പ്രത്യേകിച്ച് മംഗളഗിരി പിതാവ് ഒത്തിരിയേറെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ചാൻസ് കിട്ടിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. നന്ദിയോടെ എൻ്റെ രൂപതയെ ഞാൻ ഓർക്കുന്നു, എനിക്ക് ആ അവസരം തന്ന എൻ്റെ രൂപതയെ. കാരണം രൂപതയ്ക്ക് രൂപതയാണല്ലോ സെലക്ട് ചെയ്തത്. എനിക്കും ആ സെമിനാരി സന്ദർശിക്കാനും അവിടെ വരാനൊക്കെ ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ട്. ഞാൻ ഈ സമയം അച്ഛനത് പറഞ്ഞപ്പോൾ മരിച്ചുപോയ ശ്രാമ്പിക്കൽ അച്ഛനെ ഓർക്കുന്നു. കേരളത്തിൽ നിന്നൊരു വൈദികൻ വർഷങ്ങളോളം ആ സെമിനാരിയിൽ പ്രൊഫസറായിരുന്നു. അതെ. ഒത്തിരി പേര് നമ്മുടെ അച്ഛന്മാർ പഠിച്ച ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഞാൻ പഠിച്ച് 2002 എൻ്റെ പഠനം തീർക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എൻ്റെ PhD, എൻ്റെ ഡോക്ടറൽ തീസിസ് എല്ലാം എഴുതി സബ്മിറ്റ് ചെയ്ത് 2 മാസം മതി എക്സാമിന്. അപ്പോൾ 2 മാസം കഴിഞ്ഞേ എക്സാം വരുള്ളൂ, അതിൻ്റെ ഡിഫൻസ് വരുള്ളൂ, പബ്ലിക് ഡിഫൻസ്. അപ്പോൾ എൻ്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഈ 2 മാസക്കാലം റോമിൽ നിൽക്കേണ്ട കാര്യമില്ല, നീ ജർമ്മനിയിലോ വല്ലതൊക്കെ പോയിട്ട് ഞാൻ അറിയിച്ചേക്കാം, അന്നേരം വന്നാൽ മതി, വെറുതെ അവിടെ നിൽക്കേണ്ട, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഞാൻ ജർമ്മനിയിലേക്ക് പോയി. ഈ എൻ്റെ ഡയറക്ടറിനെ കുറിച്ചൊരു വാക്ക് പറയണം. കാരണം ഈ അമേരിക്കക്കാരനായ ഫിലിപ്പ് ജെ റൊസാത്തോ എന്ന് പറയുന്ന ഒരു ജെസ്യൂട്ട് വൈദികനായിരുന്നു എൻ്റെ ഡയറക്ടർ. അദ്ദേഹം വളരെ ഒരു പുണ്യപ്പെട്ട അച്ഛനായിരുന്നു. ഒരുപക്ഷെ ഞാൻ ഈ ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച് പറയുന്നത്, ഞാൻ എവിടെ ചെന്നാലും എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന കുറേ വ്യക്തികളെ എനിക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. ദൈവം കരുതി വെച്ചിരിക്കുന്നു. അദ്ദേഹം ഇന്ന് അവിടെ ഇല്ല, മരിച്ചുപോയി. ഞാൻ ഓർക്കുകയാണ്, ഞാൻ അന്ന് പഠിക്കാൻ പോയില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ആ അച്ഛനെ ഡയറക്ടറായിട്ട് കിട്ടില്ല. എനിക്ക് ശേഷം വന്ന അച്ഛന്മാരോട് ഞാൻ പറഞ്ഞിട്ട് അവർ ആ അച്ഛനെ എടുത്തു, പക്ഷെ അവർക്ക് തീർക്കാൻ പറ്റിയില്ല, കാരണം അച്ഛൻ മരിച്ചുപോയി. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിപാലനം എല്ലാ അവസരത്തിലും ഞാൻ ഓർക്കുന്നത്. ഞാൻ ഈ സംഭവത്തിലേക്ക് വരാം.
അങ്ങനെ ഞാൻ ജർമ്മനിയിലേക്ക് പോയി. ജർമ്മനിയിൽ എനിക്ക് പരിചയമുള്ള അച്ഛന്മാരുണ്ട്. അവരുടെ അടുത്ത് പോയി 2 മാസം കഴിഞ്ഞ് തിരിച്ചു വരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാൻ പോയ സ്ഥലങ്ങളിലൊക്കെ പോവുക എന്നുള്ളതല്ലാതെ ഒരു മിനിസ്ട്രി ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പം ഞാനവിടെ കൊളോണിൽ ചെന്ന് ഞാൻ ജോലി ചെയ്തിട്ടുള്ള, ഞാൻ മിനിസ്ട്രി ചെയ്ത ഇടവകയിൽ അവിടെ ഒരാഴ്ച ഞാൻ താമസിക്കുന്ന അവസരത്തിൽ ജർമ്മനിയിൽ എനിക്കൊരു അസുഖം പിടിപെട്ടു. അസുഖം പിടിപെട്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ ഹാർട്ടിനൊരു എനിക്ക് ശങ്കര വേദന വന്ന് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായി കഴിഞ്ഞപ്പോൾ എന്നെ പരിശോധിച്ച ഡോക്ടർ ഈ രോഗം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവതരമായ ഒരു രോഗമാണ് എന്ന് പറഞ്ഞ് എന്നോട് വിശദമായിട്ട് സംസാരിക്കാനായിട്ടിടേ. ആ വിശദമായ സംസാരത്തിൽ ഗൗരവതരം എന്ന് പറഞ്ഞാൽ ഇനി തിരിച്ച് മടങ്ങി ഒരു സാധാരണ ജീവിതം പറ്റുമോ എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു. അതായത് എന്തും സംഭവിക്കാം, മുൻപോട്ട് പോകും, പ്രയാസം, അങ്ങനെ ഉള്ള ഒരവസരം. അപ്പം എനിക്ക് ആരും ഇല്ല അവിടെ. എൻ്റെ അച്ഛന്മാരെല്ലാം ഉള്ളവരെല്ലാം റോമിലാണ്. ഇവിടെ ഞാൻ തനിയേ ഉള്ളൂ. അടുത്ത് മലയാളികളായ ആരുമില്ല. സിസ്റ്റേഴ്സ് അവിടെ ജോലി ചെയ്യുന്നുണ്ട്, മലയാളികൾ. അവരെന്നെ നോക്കുന്നുണ്ട്. അവർ മാത്രമാണ് നമുക്കൊരു സഹായമായിട്ടുള്ളത്. ആ അവസരത്തിൽ വളരെ വേദനിച്ച് അവരുടെ മുമ്പിൽ ചിരിച്ചെങ്കിലും വളരെയേറെ അസ്വസ്ഥനായിട്ട് ഞാൻ ഇരുന്നതാണ്. കാരണം ഇനി എന്ത് എന്നുള്ളത്, ഒന്ന് എനിക്ക് ഇൻഷുറൻസ് ഇല്ല. അതായത് ഈ ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഇൻഷുറൻസ് ഇല്ല. അതും എന്നെ ഒത്തിരിയേറെ കണ്ടെത്തണം. അതും അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. കാരണം ജർമ്മനിയിൽ ട്രീറ്റ്മെൻറ്റ് അത്ര എളുപ്പമല്ല. ഇവരൊക്കെ എന്നോട് സാരമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്കത് വലിയ കൺസേൺ ആയിരുന്നു. അങ്ങനെ ഇരിക്കെ എന്നോട് പിറ്റേ ദിവസം ഡോക്ടർ വന്ന്, ഈ സിസ്റ്റേഴ്സൊക്കെ വന്ന് സംസാരിക്കുമ്പം ആരെങ്കിലും എന്തെങ്കിലും വിളിച്ച് പറയണോ, എന്തെങ്കിലും അന്വേഷിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിലേക്കോ ആരെയും വിളിക്കാൻ ഒന്നും ഞാൻ ചോദിച്ചില്ല. പക്ഷേ ഞാൻ പറഞ്ഞു എൻ്റെ ഡയറക്ടറെ എനിക്കൊന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. കാരണം 2 മാസത്തിന് കഴിഞ്ഞ് എനിക്ക് എക്സാമാണ്. അപ്പോൾ ഡയറക്ടറോട് അതെനിക്ക് പറയണം. അപ്പം ഞാൻ അവർ പറഞ്ഞു എന്നാൽ വിളിക്കാൻ സൗകര്യം ഒരുക്കി തരാമെന്നും പറഞ്ഞ് അവർ ഫോൺ എനിക്ക് വിളിച്ച്, ഞാൻ കൊടുത്ത നമ്പറിൽ വിളിച്ച് എനിക്ക് തന്ന് ഈ ഡയറക്ടറോട് സംസാരിച്ചപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ജർമ്മനിയിലാണ്, ആശുപത്രിയിലാണ് ഇന്ന് വിളിക്കുന്നത്. ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഡോക്ടർ പറയുന്നത് എൻ്റെ രോഗത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല, അതുകൊണ്ട് സീരിയസ് ആണ്. അതുകൊണ്ട് എനിക്ക് അച്ഛനോട് പറയാനുള്ളത്, എനിക്ക് പരീക്ഷ നടത്താൻ പറ്റുമോ എന്നെനിക്കറിയില്ല. അതുകൊണ്ട് എൻ്റെ പരീക്ഷയുടെ ഡേറ്റ് ഇടണ്ട. ഞാൻ തിരിച്ചു വരുവാണെങ്കിൽ ഞാൻ വന്ന് കണ്ടോളാം. അത് കഴിഞ്ഞ് ഞാൻ പരീക്ഷ ചെയ്തു കൊള്ളാം. അതായത് ഞാനൊരു പ്രതീക്ഷയില്ലാത്ത രീതിയിലാണ്, തിരിച്ചു പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഈ അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം, അച്ഛൻ എന്നോട് ചോദിച്ചു, സിബി പഠിച്ച വിഷയം എന്നാണെന്ന് സിബിക്ക് അറിയാം. ഞാൻ പറഞ്ഞു ഞാൻ കുർബാനയെക്കുറിച്ചാണ്, സാക്രമെൻ്റൽ തിയോളജിയാണ് ഞാൻ പഠിച്ചത്. സാക്രമെൻ്റൽ തിയോളജിയിൽ യൂക്കറിസ്റ്റിനെ കുറിച്ചാണ്, ദിവ്യകാരുണ്യത്തെക്കുറിച്ച്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചത് കൂദാശകളെക്കുറിച്ചാണ്, അതിൽ കുർബാനയാണ് ഞാൻ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അച്ഛൻ എന്നോട് പറഞ്ഞു, സിബി, ദൈവത്തിന് അവൻ്റെ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കാൻ നിന്നെ വേണമെങ്കിൽ നിനക്കൊന്നും പറ്റില്ല. നീ എന്തിനാ പേടിക്കുന്നത്? നീ തിരിച്ചു വരും. അതുകൊണ്ട് നീ പരീക്ഷയുടെ കാര്യത്തിലൊന്നും വറി ചെയ്യേണ്ട. അത് യൂണിവേഴ്സിറ്റി ചെയ്യേണ്ട രീതിയിൽ ഡേറ്റ് ഇടുകയോ ഒക്കെ ചെയ്തോളൂ, നിന്നെ അറിയിച്ചോളൂ. ദൈവത്തിന് അവൻ്റെ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കാൻ നിന്നെ വേണമെങ്കിൽ നീ തിരിച്ചു വരും, നീ പരീക്ഷ ചെയ്യും, നീ അത് ചെയ്യും. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കണം. അതെനിക്ക് തന്ന കോൺഫിഡൻസ് വലിയ വലുതായിരുന്നു. ദൈവത്തിന് എന്നെ വേണമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പിന്നെ തമ്പുരാനോട്, പിന്നെ എനിക്ക് വളരെ ഫ്രീ ആയി. തമ്പുരാൻ എന്നെ വേണമെങ്കിൽ ഞാൻ ഓർക്കുക ഇത്, ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കിടന്നപ്പം പിന്നീട് ഡോക്ടർ എന്നോട് വന്ന് പറഞ്ഞു എൻ്റെ രോഗം മയോകാർഡൈറ്റിസ് ആണ്, സീരിയസ് ആണ്, പക്ഷേ എങ്കിൽ ഒരു ചികിത്സിച്ച് വിശ്രമിച്ച് സുഖപ്പെടുന്ന രോഗം. പക്ഷേ അദ്ദേഹം അതായിരുന്നല്ല ധരിച്ചിരുന്നത്. അദ്ദേഹം ഒരു കാർഡിയാക് അറസ്റ്റ് പോലെയൊക്കെയാണ് അദ്ദേഹം പേടിച്ചിരുന്നത്. രക്ഷപ്പെടുത്താൻ ബുദ്ധിമുട്ടാകുമോ എന്നൊക്കെ പേടിച്ച് ആദ്യം അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഞാൻ തിരിച്ചു വന്നു. യൂണിവേഴ്സിറ്റി ഇതൊന്നും അറിയത്തില്ലാത്ത രീതിയിൽ എൻ്റെ പരീക്ഷയുടെ ഡേറ്റ് പബ്ലിഷ് ചെയ്തു. ഞാൻ പോയി ഡിഫൻസ് നടത്തി. ഞാൻ ഡിഫൻസ് കഴിഞ്ഞ് ഈ ഡയറക്ടർ എന്നോട് വന്ന് പറഞ്ഞു, നീ ലോകത്തിൽ എവിടെ പോയാലും ഒരു കാര്യം മറക്കരുത്. അപ്പം ഞാൻ ചോദിച്ചു, എന്നെ വാട്ട് ഈസ് ദാറ്റ് ഫാദർ എന്ന് ചോദിച്ചു. എന്താണത്? അത് ഞാൻ നിന്നോട് ആശുപത്രിയിൽ കിടന്നവൻ പറഞ്ഞത് എന്താ? ദൈവത്തിന് അവൻ്റെ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കാൻ നിന്നെ ആവശ്യമുണ്ട്. ഒരു പക്ഷേ എനിക്ക് കുർബാനയെക്കുറിച്ച് കുറേയേറെ തീഷ്ണത വരാനും അല്ലെങ്കിൽ കുറേയേറെ സ്നേഹിക്കാനും പിന്നെ അനുഭവത്തോടുകൂടി അത് പരികർമ്മം ചെയ്യാനും അതിലേക്ക് ഒത്തിരി ദൈവമക്കളെ ആനയിക്കാനും സാധിച്ചത് ഈ ഒരു അനുഭവത്തിൻ്റെ തലമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എപ്പോഴും എൻ്റെ മനസ്സിൽ മായാതുണ്ട്, തമ്പുരാൻ എന്നെ വേണം. അതുകൊണ്ട് ഞാൻ വായിക്കുന്നതും ഞാൻ പറയുന്നതും ഞാൻ ചിന്തിക്കുന്നതുമെല്ലാം ഇപ്പോൾ കുർബാനയെക്കുറിച്ചാണ്. എൻ്റെ ക്ലാസ്സിൽ ഒക്കെ പറയുന്നതെല്ലാം. ഒരുപക്ഷെ അച്ഛൻ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അച്ഛനെ ആളുകൾ ശ്രദ്ധിക്കുന്നതും അല്ലെങ്കിൽ അച്ഛൻ അറിയപ്പെടുന്നതിൻ്റെയും ഈ ഒരു തീഷ്ണത തന്നെയാണ്
ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ആരാധനയായ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അച്ഛൻ്റെ പ്രഘോഷണവും ഒക്കെയാണ്. അച്ഛൻ്റെ ആ ഒരു വിഷയവും പഠനവും ഡോക്ടറേറ്റും എല്ലാം വിശുദ്ധ കുർബാനയിലാണ് എന്നുള്ളത് തന്നെ ഈശോയുടെ മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ എക്സ്പ്രഷനുമാണ്, ഇന്നും ആവർത്തിക്കപ്പെടുന്ന എക്സ്പ്രഷനാണ് ഈ വിശുദ്ധ കുർബാന. തീർച്ചയായിട്ടും. അച്ഛാ, ഞാൻ ഒരു കുഞ്ഞു കാര്യം, ഇത്രയും മാത്രം ഒരു ദൈവം എടുത്തുപയോഗിക്കുന്ന ഒരു വചനപ്രഘോഷണ അച്ഛൻ, ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ഇത്രയും തീക്ഷ്ണതയോടെ പറയുന്ന അച്ഛൻ, നമ്മുടെ ഒരുപക്ഷെ അവസാനത്തെ ഏറ്റവും ചെറുതാക്കി പറയാവുന്ന ഈ എപ്പിസോഡിൽ പറയാവുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് അച്ഛൻ ആദ്യം പറഞ്ഞ വാക്കാണ് ദൈവസ്നേഹാനുഭവം. ദിവ്യകാരുണ്യം അങ്ങനെ അച്ഛനൊരു അനുഭവമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ആശുപത്രിയിൽ ഒരു വലിയ സൗഖ്യം തീർച്ചയായിട്ടും അടയാളമാണ്. അതോടൊപ്പം തന്നെ ഈ ദിവ്യകാരുണ്യം ഒരു അനുഭവമായതുകൊണ്ട് കൂടിയല്ലേ അച്ഛന് എന്നും അത് അനുഭവിക്കാൻ പറ്റുന്നത് കൊണ്ടല്ലേ അച്ഛന് ഇങ്ങനെ പ്രഘോഷിക്കാൻ പറ്റണത്? തീർച്ചയായിട്ടും. ഞാൻ പറയുന്ന ഈ പ്രവാചകന്മാരെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അച്ഛന്മാർ സെമിനാരിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഈ കത്തുന്ന ദൈവസ്നേഹത്താൽ കത്തുന്ന ഹൃദയം കൊണ്ട് ജീവിക്കുന്നവനാണ് ഒരു പ്രവാചകൻ. അതുകൊണ്ട് ബൈബിൾ വായിക്കുമ്പോൾ അങ്ങനെ വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓരോ കുർബാനയുമാണ് ഈ സ്നേഹത്തിൻ്റെ അനുഭവമാണ് കൂടുതൽ നമുക്ക് പ്രഘോഷിക്കാനായിട്ട് പ്രചോദനം തരുന്നത്. കാരണം ദൈവം തന്ന അനുഗ്രഹത്തെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത് അനേകരറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതും നമ്മളോട് ആവശ്യപ്പെടുന്നതുമാണ്. അതിന് അനുഭവത്തിൻ്റെ ഒരു പൊള്ളൽ ആവശ്യമുണ്ട്. ദൈവ സ്നേഹത്തിൻ്റെ ഒരു അനുഭവത്തിന്, അല്ലെങ്കിൽ ദിവ്യകാരുണ്യ അനുഭവം. ഞാൻ ധ്യാനത്തിൽ എപ്പോഴും പറയാറുണ്ട്, ഒരു ദിവ്യകാരുണ്യ അനുഭവം കിട്ടിയ വ്യക്തി ആ അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ വ്യക്തിക്ക് പിന്നെ കുർബാനയില്ലാതെ ഒരു ജീവിതം തുടങ്ങാൻ പറ്റില്ല. കുർബാനയില്ലാതെ ഒരു ജീവിതം, എത്രയോ ദൈവമക്കൾ ഇന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ കുർബാന ഏറ്റവും പ്രധാനമായി കണ്ട് ഞങ്ങൾ ജീവിച്ചു തുടങ്ങി. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു. ആ കുർബാനയുടെ അനുഭവം ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവന്ന് തരുന്നു. അതുകൊണ്ട് ഈ തീഷ്ണത, അല്ലെങ്കിൽ ഈ അനുഭവത്തിൻ്റെ തീഷ്ണതയാണ് നമ്മുടെ ജനത്തിന് ഇന്ന് കിട്ടേണ്ടത്. നമ്മുടെ ഈ ആരാധനക്രമത്തെ സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന് പറയുന്നത് ഈ അനുഭവ ജ്ഞാനമാണ്. ഈ അനുഭവം വെറും ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള അറിവല്ല, ഒരു അനുഭവ ജ്ഞാനം നമുക്ക് ആവശ്യമുണ്ട്. സഭ അതാണ് തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ അനുഭവിച്ചും പഠിച്ചും ഉള്ളിൽ നിറയുന്ന ദിവ്യകാരുണ്യ സ്നേഹാനുഭവം അനേകർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അച്ഛൻ്റെ ഈ ഒരു തീഷ്ണത, എനിക്കറിയാം. അച്ഛന് ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള പ്രഘോഷണ തലത്തിൽ, ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ടുള്ള അച്ഛൻ്റെ ജീവിതത്തിൽ, അച്ഛൻ ദിവ്യകാരുണ്യ ആ പരികർമ്മം ചെയ്യുന്ന, കൂദാശ പരികർമ്മം ചെയ്യുന്നതുമായുള്ള അച്ഛൻ്റെ അനുഭവങ്ങളിൽ നിന്നൊക്കെ ധാരാളം കാര്യങ്ങൾ നമ്മളുടെ പ്രേക്ഷകരോട് ഇനിയും അച്ഛൻ പങ്കുവെക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ അത്തരം അച്ഛൻ്റെ അനുഭവങ്ങളും ചില ക്ലാരിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടതുണ്ട്. അച്ഛാ, ഒരു സാധാരണ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു. പക്ഷെ കുടുംബത്തിൻ്റെ വിശ്വാസ പാരമ്പര്യവും സഭയോട് ചേർന്ന് നിൽക്കാനുള്ള അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഒക്കെ ആ ഒരു വലിയ ഒരു താല്പര്യവും ശ്രദ്ധയുമാണ് അച്ഛനെ വിശ്വാസത്തിൻ്റെ വഴിയിൽ നടത്തിയത് എന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ്റെ വാക്കുകളിൽ മുഴച്ചു നിന്ന ആ ദൈവ പരിപാലന, ആ ദൈവത്തിലുള്ള ആശ്രയത്വം ഇനിയും അനേകം ആളുകളുടെ ജീവിതത്തിൽ പ്രചോദനമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനിയും ഈ ദൈവം നടത്തിയ വഴികൾ, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ വഴിയിലൂടെ ദൈവം നടത്തിയ വഴികൾ കൂടുതൽ പങ്കുവയ്ക്കാൻ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഈ ആദ്യ എപ്പിസോഡിൽ അച്ഛൻ്റെ വിലയേറിയ സാന്നിധ്യത്തിന് ഏറെ നന്ദി. ദൈവത്തിന് സ്തുതി. മനുഷ്യകുലത്തിൻ്റെ രക്ഷ കുടികൊള്ളുന്നത് ക്രിസ്തുവിലും, ക്രിസ്തുവിൻ്റെ രക്ഷ കുടികൊള്ളുന്നത് തിരുസഭയിലും. തിരുസഭയുടെ കേന്ദ്രബിന്ദു വിശുദ്ധ കുർബാനയുമാണെന്ന ഈ കാലഘട്ടത്തിൻ്റെ സുവിശേഷം ഇതാ ഈ വൈദികനിലൂടെ അനേകരിലേക്ക് പ്രഘോഷിക്കപ്പെടുന്നു. ഭൂമിയിൽ പാപം വർദ്ധിക്കുന്നു. കർത്താവിൻ്റെ കൃപയും കാരുണ്യവും മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്നു. അതെ, കൃപയും കാരുണ്യവും എങ്ങും വ്യാപരിക്കുന്നു. അതിനാൽ രക്ഷയുടെ സുവിശേഷം എങ്ങും പ്രഘോഷിക്കപ്പെടണം. യേശു രക്ഷകനാണെന്ന് ലോകം മുഴുവൻ ഏറ്റുപറയണം. വിശുദ്ധമായ ശുശ്രൂഷയാണ് സുവിശേഷ പ്രഘോഷണം. വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്നവരിലൂടെ ഈ വിശുദ്ധ വചനം ലോകമെങ്ങും ദൈവം പകരും എന്നത് തീർച്ച.
കൂദാശകളിൽ നിന്നും മനുഷ്യകുലത്തെ അകറ്റാൻ പാടുപെടുന്ന തിന്മയുടെ കരങ്ങൾ തിരിച്ചറിയുക. തിരുസഭയുടെ സൗന്ദര്യം എങ്ങും പ്രഘോഷിക്കുക. ഇതാണ് ഈ വൈദികന്റെ ജീവിത ലക്ഷ്യം. പാതകൾ തുറക്കട്ടെ, ദൈവം നയിക്കട്ടെ, ദിവ്യകാരുണ്യം എങ്ങും പ്രഘോഷിക്കപ്പെടട്ടെ. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ.